നമസ്കാരം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ അഥവാ 2025-26 അസസ്മെന്റ് ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ, അതായത് ITR 1 ആണ് നമ്മളിവിടെ ഫയൽ ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് വളരെ ലളിതമായി പറയുകയാണ് ഈ വീഡിയോയിൽ. ആദ്യം നമുക്ക് നോക്കാം ഈ ITR 1 ആരൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന്. ആദ്യത്തേത് ഇൻകം ഫ്രം സാലറി ഓർ പെൻഷൻ അപ് ടു 50 lakhs. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 50 ലക്ഷം വരെയുള്ള പെൻഷൻ ഇൻകം അല്ലെങ്കിൽ സാലറി ഇൻകം ഉള്ളവരാണ് ITR 1 ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി. എന്താണ് ഈ വൺ ഹൗസ് പ്രോപ്പർട്ടി? ഇപ്പോൾ നിങ്ങൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കും. എന്നാൽ നിങ്ങൾ ഒന്നിലധികം വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോസ്റ്റൽ നടത്തുന്നു, അല്ലെങ്കിൽ ലോഡ്ജ് നടത്തുന്നു, അതിൻ്റെ വാടക കിട്ടുകയാണെങ്കിൽ അത് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലല്ല ഉൾക്കൊള്ളിക്കുന്നത്, ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. പിന്നെയുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെന്റ്, ലോട്ടറി, ഡിവിഡൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ്, ഇതെല്ലാം വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അങ്ങനെയുള്ളവരും ITR 1 ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപ വരെ ഉള്ളവർ ITR 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. 5000 മുകളിലാണെങ്കിൽ അവർ ITR 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, ഇപ്പോൾ ഷെയർ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഇൻകം, അത് അപ് ടു 1.25 ലക്ഷം വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ, അങ്ങനെയുള്ളവരും ITR 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി ആർക്കൊക്കെ ഈ ITR 1 ഫയൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ടാക്സബിൾ ഇൻകം 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ITR 2 ആണ് അവർ ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഹോൾഡിംഗ് ഫോറിൻ അസറ്റ്സ് നമുക്ക് ഫോറിൻ അസറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്, അതിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ അത് ITR 2 അല്ലെങ്കിൽ ITR 3 ആണത് ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ITR 1 ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ ITR 1 ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫോം 16. അത് നമ്മുടെ എംപ്ലോയർ ആണ് തരുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫെബ്രുവരി മാസത്തിൽ ഓഫീസിൽ നൽകിയ ഒരു ഫൈനൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാകണം. മറ്റൊന്ന് 26 AS ആണ്. അത് നമ്മുടെ ITRന്റെ സൈറ്റിൽ നിന്ന് എടുക്കാം, അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ അടച്ച TDS ആണ് ഇതിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 26 AS നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കണം. മറ്റൊന്ന് AIS ആണ്. അത് നമ്മുടെ സൈറ്റിൽ നിന്ന് എടുക്കാം. അതിൽ നമ്മുടെ സാലറി ഇൻകം, അതുപോലെ തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ ആ ഇൻകം അതിനകത്ത് വരും. അതുപോലെ തന്നെ റെൻറ്റഡ് ബിൽഡിങ്സിൻ്റെ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ, റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതിനകത്ത് വരും. അപ്പോൾ അതെല്ലാം ഉള്ളതാണ് AIS. അതും നമ്മൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. പിന്നെയുള്ളത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൂഫുകളാണ്. 80C, 80D, 80G, NBS ഇങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ സ്പാർക്കിൽ നിന്ന് ലഭിക്കും. പിന്നെ വേണ്ടത് ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ബാങ്ക് ആണ്. നമ്മുടെ ലോൺ എടുത്തിട്ടുള്ള ബാങ്കിൽ നിന്നും നമുക്ക് ടാക്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ലഭ്യമാക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വല്ല മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ആ ബ്രോക്കറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങി വെച്ചിരുന്നാൽ മതിയാവും. ഇത്രയുമായാൽ ഇനി നമുക്ക് നേരെ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അവിടെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്ന് ആദ്യം പറയാം. ലോഗിൻ ചെയ്യുന്നതിനായി ഏതെങ്കിലും ഒരു ബ്രൗസറിൽ നമ്മൾ ഇൻകം ടാക്സ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ ഈ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ഇൻകം ടാക്സ് പോർട്ടൽ. ഇതിലാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം, നമുക്ക് ഏത് റെജീമിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന്. ഓൾഡ് ആണോ ന്യൂ ആണോ? ഓൾഡ് ടാക്സ് റെജീമിലും ന്യൂ ടാക്സ് റെജീമിലും നമുക്ക് വ്യത്യാസം വന്നേക്കാം. നമുക്കത് ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ പേജിൽ തന്നെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ ബേസിക് കാൽക്കുലേഷൻ ആണ് നടക്കുന്നത്. പാൻ നമ്പർ, നെയിം ഓഫ് ദ ടാക്സ് പെയർ, ഇതൊക്കെ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. പക്ഷേ അത് മാൻഡേറ്ററി അല്ല. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. നമ്മളിവിടെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യണം. 26, 27 അല്ല, 25, 26 ആണ് അസസ്മെൻറ്റ് ഇയർ. ടാക്സ് പെയർ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. അടുത്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അത് റെസിഡൻ്റ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. മറ്റ് കാറ്റഗറീസ് ഒന്ന് പരിശോധിച്ചേക്കുക. നമുക്ക് ബാധകമായിട്ടുള്ളത് റെസിഡൻ്റ് ആണെങ്കിൽ റെസിഡൻ്റ് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം യുവർ ഏജ് നമുക്ക് ബിലോ 60 years സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൻ്റെ 60 to 79, സൂപ്പർ സീനിയർ സിറ്റിസൺ 80 and above സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബിലോ 60 years ആണ് സെലക്ട് ചെയ്യുന്നത്.
ഇവിടെ നോക്കുക, ടോട്ടൽ ടാക്സബിൾ ഇൻകം ആസ് പെർ ന്യൂ ടാക്സ് റെജീമാണ്. ന്യൂ ടാക്സ് റെജീം പ്രകാരം നമുക്ക് ഗ്രോസ് ഇൻകം അല്ല ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ ടാക്സബിൾ ഇൻകം ആണ്. നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം ആസ് പെർ ന്യൂ ടാക്സ് റെജീം നമുക്കറിയാം 75,000 രൂപ വരെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ കിട്ടുന്ന ന്യൂ ടാക്സ് റെജീമിൽ അത്രയും മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഡിഡക്ഷൻ ഉള്ളൂ. വളരെ കുറഞ്ഞ ഡിഡക്ഷൻസേ ഉള്ളൂ. അതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിലുള്ള ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട്. ഒന്ന് പരിശോധിച്ചേക്കുക. അപ്പോൾ അതിനുശേഷം ഈ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് എൻ്റർ ചെയ്യുക. ഞാനിവിടെ ഒരു 15 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 75,000 രൂപ എൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ഞാനവിടെ എഴുതുകയാണ്. അടുത്തത് ഓൾ ടാക്സ് റെജീം പ്രകാരമുള്ള നമ്മുടെ ഡിഡക്ഷൻസ് ആണ്. നമുക്കറിയാമല്ലോ, ATC, ATD തുടങ്ങിയുള്ള കുറേ അധികം ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, അതെല്ലാം കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും, നമ്മുടെ PF പോയതും SLയും അതെല്ലാം കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന ഡിഡക്ഷൻ. ഇത് ഏതിന് മാത്രമേ ബാധകമുള്ളൂ? ഓൾ ടാക്സ് റെജീമിനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡിഡക്ഷൻസ് ഒന്ന് എൻ്റർ ചെയ്യാം. ഞാനിവിടെ ഒരു 3 ലക്ഷം രൂപ ഡിഡക്ഷൻസ് എൻ്റർ ചെയ്യുകയാണ്. എൻ്റെ 1.5 ലക്ഷം രൂപ ATCയും ബാക്കി എൻ്റെ ഹൗസിംഗ് ലോണ്, അത് NPS അയച്ചത്, അതെല്ലാം കൂടെ ചേർത്ത് ഒരു 3 ലക്ഷം രൂപ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു എൻ്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം ആസ് പെർ ഓൾ ടാക്സ് റെജീം എത്രയാണ്? 11,25,000 ആണ്. ഇവിടെ ന്യൂ ടാക്സ് റെജീം പ്രകാരം 14,25,000. ഓൾ ടാക്സിൽ 11,25,000. അപ്പോൾ ഓൾ ടാക്സിലാണ് ഇൻകം കുറവ്. പക്ഷേ നമുക്ക് ടാക്സ് ഒന്ന് നോക്കിയാലോ. ഇവിടെ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് ആസ് പെർ ഓൾ ടാക്സ് റെജീം 1,56,000 രൂപയാണ്. മറിച്ച് ന്യൂ ടാക്സ് റെജീമിൽ എത്രയേ ഉള്ളൂ? 1,30,000 ഉള്ളൂ. നമുക്കവിടെ ന്യൂ ടാക്സ് റെജീമിൽ എത്ര രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്? 26,000 രൂപ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ? ന്യൂ ടാക്സ് റെജീമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ന്യൂ ആണോ ഓൾഡ് ആണോ ബെറ്റർ എന്ന് നോക്കിയതിന് ശേഷം മാത്രം റിട്ടേൺ ഫയൽ ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ബട്ടണുമുണ്ട്, രജിസ്ട്രേഷനുമുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ലോഗിൻ ചെയ്യാൻ. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ നേരത്തെ വർക്കിംഗ് ക്ലാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അത് നോക്കി രജിസ്റ്റർ ചെയ്യുക. ഇനി രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് എത്തി. ഇവിടെ നമ്മുടെ യൂസർ ID, എന്താണ് നമ്മുടെ യൂസർ ID? നമ്മുടെ പാൻ നമ്പറാണ് നമ്മുടെ യൂസർ ID. ഞാൻ പാൻ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൺഫേം ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു. ഇനി നമ്മുടെ പാസ്വേഡാണ്. പാസ്വേഡ് നമുക്ക് അറിയാമായിരിക്കും. അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എടുത്ത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയും. ഞാനിവിടെ പാസ്വേഡ് അറിയാവുന്നതുകൊണ്ട് പാസ്വേഡ് ഡയറക്റ്റ് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ പേരുണ്ടാകും. ഇനി ഇവിടെ നിന്ന് ഇൻകം ടാക്സ് റിട്ടേൺ ITR നമ്മൾ ഏതാണ് അസസ്മെൻറ്റ് ഇയർ എന്നാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 2025-26 ആണ് അസസ്മെൻറ്റ് ഇയർ. ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ 2024-25. നമുക്കിവിടെ വേണ്ടത് അസസ്മെൻറ്റ് ഇയർ ആണ് 2025-26. ഞാൻ സെലക്ട് ചെയ്യുന്നു. അടുത്തത് സെലക്ട് മോഡ് ഓഫ് ഫയലിംഗ് ആണ്. നമുക്ക് ഓൺലൈനായും ചെയ്യാം, ഓഫ്ലൈനായും ചെയ്യാം. നമുക്ക് എക്സലിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഓഫ്ലൈനായി ചെയ്യാം. എന്നാൽ ഏറ്റവും എളുപ്പം ഓൺലൈൻ തന്നെയാണ്. അതുകൊണ്ട് ഓൺലൈനാണ് ഇവർ ഡിഫോൾട്ടായി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൺലൈൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന ഒരു ബട്ടൺ കാണാം. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇൻഡിവിജ്വൽ ഉണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതുപോലെ തന്നെ അതേഴ്സ്. നമ്മളിവിടെ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തിരിക്കുന്നു. അത് തന്നെയായിരിക്കും ഡിഫോൾട്ടായി വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ITR ഫോം സെലക്ട് ചെയ്യുകയാണ്. ITR 1 ഉണ്ട്, 4 ഉണ്ട്. നമ്മളിവിടെ ITR 1 ആണ് സെലക്ട് ചെയ്യുന്നത്. പ്രൊസീഡ് വിത്ത് ITR 1 സെലക്ട് ചെയ്യുന്നു. പ്ലീസ് നോട്ട് ന്യൂ ടാക്സ് റെജീം ഈസ് ഡിഫോൾട്ട് റെജീം. ഇവിടെ എന്താണ്? ന്യൂ ടാക്സ് റെജീമാണ് ഇവിടെ ഡിഫോൾട്ടായി കിടക്കുന്നത്. നമുക്ക് ന്യൂ ടാക്സ് റെജീമിലായിരിക്കും നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓൾഡ് നമുക്കിതിന് ശേഷം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ന്യൂ ടാക്സ് റെജീം ചെയ്യാം. അതുകൊണ്ട് നമ്മളിവിടെ OK കൊടുക്കുകയാണ്. നമുക്ക് ഓൾഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത പേജിൽ നമുക്ക് ഓൾഡ് ടാക്സ് റെജീം സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ന്യൂ ടാക്സ് റെജീമാണ് ചെയ്യുന്നത്. അപ്പോൾ OK കൊടുക്കുന്നു. ഇവിടെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു ആർ യു ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദ ഫോളോയിങ്. നമുക്കറിയാം നമ്മുടെ ടാക്സബിൾ ഇൻകം നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഈസ് പ്രീ ഫിൽഡ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ പ്രീ ഫില്ലിംഗ് ഓൺ ഫയലിംഗ്. നമുക്ക് കുറച്ച് പ്രീ ഫിൽഡ് ആയിട്ടുള്ള ഡേറ്റ അതിനകത്തുണ്ടാകും. ആ ഡേറ്റ കറക്റ്റ് ആയിരിക്കണമെന്നില്ല ഒരിക്കലും. അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിനുവേണ്ടിയാണ് നമ്മൾ
ഈ പോർഷൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പാൻ നമ്പർ ഇവിടെ ഉണ്ടാകും. നമ്മളിവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പേര്, അതുപോലെ തന്നെ പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, ഇതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. താഴോട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID യോ നമ്മുടെ പുതിയ അഡ്രസ്സോ ഒക്കെ മാറ്റി കൊടുക്കാൻ കഴിയും. എനിക്കിവിടെ എഡിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, അതുകൊണ്ട് ഞാനിത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നില്ല. അടുത്തത് നേച്ചർ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പെൻഷനേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സ്. നമ്മളിവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പെൻഷനർ ആണെന്നുണ്ടെങ്കിൽ SG പെൻഷനേഴ്സ് സെലക്ട് ചെയ്യണം. ഇവിടെ ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫയൽ അണ്ടർ സെക്ഷൻ 139(1) ഡിഫോൾട്ടായി കിടപ്പുണ്ട്. അത് ഓരോന്നായി നോക്കുക എന്താണെന്നുള്ളത് ഇതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓരോ സെക്ഷനും എന്താണെന്ന്. അതെല്ലാം കൂടി പറയാൻ നിൽക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ന്യൂ റെജീമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. ഡിഫോൾട്ടായി ഇവിടെ ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ റെജീം എന്നുള്ളത് ഇവിടെ നോയാണ് വന്ന് കിടക്കുന്നത്. നമുക്ക് ഓൾഡ് റെജീമിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ യെസ് കൊടുക്കുക. ഞാനിവിടെ തൽക്കാലം ന്യൂ റെജീമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. നോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ബാങ്ക് ഡീറ്റെയിൽസ്, ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു ബാങ്ക് ഡീറ്റെയിൽ ഉണ്ട്. എന്നാൽ ഈ ബാങ്ക് ഡീറ്റെയിൽ അല്ല നമ്മൾ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ബാങ്ക് അക്കൗണ്ട് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ നോമിനേറ്റ് ഫോർ റീഫണ്ട്, എനിക്ക് എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്, ഈ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടം വരെ മനസ്സിലായല്ലോ. അടുത്തത് കൺഫേം ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മളിവിടെ എല്ലാം വെരിഫൈ ചെയ്തു. ഇത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കൺഫേംഡ് ആയിരിക്കുകയാണ്. ഇനി എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1, 2, 3, 4 സ്റ്റെപ്പ് കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഇനിയുള്ളത് നമ്മുടെ ഗ്രോസ് ഇൻകം ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഗ്രോസ് സാലറിയാണ് 12,42,800 രൂപയാണ് ഇവിടെ സാലറി വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് വെരിഫൈ ചെയ്യണം, ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. ഇതിൽ ചിലപ്പോൾ ഓട്ടോ ഫിൽഡായി വന്നിരിക്കുന്നതെല്ലാം കൃത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വെരിഫൈ ചെയ്യാനായിട്ട് 2 മാർഗ്ഗങ്ങളുണ്ട്. സാലറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുത്ത് നോക്കാം. 3/2024 മുതൽ 2/2025 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വാങ്ങിയ സാലറി, ആ സാലറി എത്രയാണ് നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന ഗ്രോസ് സാലറി എമൗണ്ടും, അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമുക്കൊരു ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AIS ഡൗൺലോഡ് ചെയ്യണമെന്ന്. അതിൽ പറയുന്ന എമൗണ്ടും തുല്യമാണോ എന്ന് നമുക്ക് നോക്കാം. AIS ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. AIS പ്രൊസീഡ് കൊടുക്കുന്നു. ഇവിടെ AIS സെലക്ട് ചെയ്യുന്നു. ഇതാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ സാലറിയിൽ നിന്നും വന്നിരിക്കുന്ന തുക 12,35,450 ആണ്. നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിയപ്പോഴും ആ തുക തന്നെയാണ് വരുന്നത്. 12,35,450 ആണ് നമ്മുടെ സാലറി ഇൻകം. എന്നാൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 12,42,800. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണ്ടേ? ഇത് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് എത്രയാണ് എൻ്റർ ചെയ്യേണ്ടത്? 12,35,450 ആണ് നമുക്ക് അവിടെ മാറ്റി കൊടുക്കേണ്ടത്. നമ്മൾ ആ ഫിഗർ അവിടെ കൊടുത്തു. അതിനുശേഷം മറ്റ് വിവരങ്ങൾ ഇവിടെ ഉള്ളതെല്ലാം നമുക്ക് ഫില്ല് ചെയ്യേണ്ടതാണെങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. ഇതൊന്നും നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിവിടെ സാലറി ഇൻകം എഡിറ്റ് ചെയ്തു. അതിനുശേഷം സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ടോട്ടൽ സാലറി 12,35,450 ആണ് നെറ്റ് സാലറി. അതിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16, അതെന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ് 75,000 രൂപ. അത് കുറവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാലറീസ് എന്നുള്ള ഹെഡിലുള്ള നമ്മുടെ ഇൻകം എത്രയാണ് വരുന്നത്? 11,60,450. അടുത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളൊന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ന്യൂ റെജീം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വാടകയ്ക്ക് ഒരു വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇൻകം ഫ്രം 1 ഹൗസ് പ്രോപ്പർട്ടിയാണ്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലെറ്റ് ഔട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം.
സെൽഫ് ഒക്കുപ്പൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലാണ് സെൽഫ് ഒക്കുപ്പൈഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല, ഇത് എനേബിൾഡ് ആയിരിക്കില്ല. കാരണം ഇത് ന്യൂ റെജീമിൽ ഒരിക്കലും നമുക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ കഴിയില്ല. നമ്മളിവിടെ ലെറ്റ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് ഔട്ട് എന്ന് കാണിച്ചതിന് ശേഷം എത്ര രൂപ നമുക്ക് റെൻറ്റ് കിട്ടിയെന്നുള്ളതും അതിൽ നിന്ന് നമ്മൾ പഞ്ചായത്തിലേക്ക് എത്ര രൂപ ടാക്സായി അടച്ചു എന്നുള്ളതും ഇവിടെ എൻ്റർ ചെയ്യാം. എന്നാൽ ഇദ്ദേഹം ഇവിടെ വാടകയ്ക്ക് വീട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെലക്ട് കൊടുക്കുന്നു, ബാക്കിലേക്ക് പോകുന്നു. അടുത്തത് സെക്ഷൻ 24B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലാണ്. ഇത് നമ്മൾ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രം ഫില്ല് ചെയ്യേണ്ട ഒരു പോർഷനാണ്. നമ്മളിവിടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് എടുത്താൽ പോലും നമുക്ക് ന്യൂ റെജീം ആയതുകൊണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വെറുതെ ഓപ്പൺ ചെയ്യാം, പക്ഷേ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഡിസേബിൾഡ് ആണ്. ഇവിടെ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ പ്ലീസ് ഫിൽ ഡീറ്റെയിൽസ് ഇൻ സെക്ഷൻ 24B. ഇത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട എപ്പോഴാണ്, നമ്മൾ ഹൗസിംഗ് ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്താലാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. എന്നാൽ നമുക്കത് ന്യൂ റെജീമിൽ സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മളത് വെറുതെ വിടുന്നു. അടുത്ത നോക്കുക B3 ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊന്ന് സ്പ്ലിറ്റപ്പ് നോക്കാം. ഇൻട്രസ്റ്റ് ഫ്രം ഡിപ്പോസിറ്റ്, നമ്മുടെ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻട്രസ്റ്റ് കിട്ടിയത്, ഡിപ്പോസിറ്റിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് ആണ്. അതിവിടെ ഓട്ടോ ഫിൽഡായി വന്നിട്ടുണ്ട്. ഇത് കൃത്യമാണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ കണ്ട AIS ഒന്നുകൂടി നോക്കുക. AISൽ ഇവിടെ പറയുന്നുണ്ട് 2,47,810 51,937. ഇത് രണ്ടും എന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇത് രണ്ടും കൂടി ചേർത്താൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഇവിടെ വരുന്ന ഈ എമൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാമായിരുന്നു, നമുക്കിവിടെ എഡിറ്റ് ബട്ടൺ കൊടുക്കാമായിരുന്നു. എന്നാൽ അത് വേണ്ട. അടുത്ത് നമുക്ക് ഒരു 673 രൂപ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. അത് നമുക്ക് നോക്കാം. ഇവിടെ ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി കിടപ്പുണ്ട്, നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് കണ്ടില്ലേ, 673 രൂപ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട 299,747. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന തുകയാണ് ഇവിടെ കാണുന്ന 3,420,000. അപ്പോൾ ഇത് കറക്റ്റാണ്, നമുക്കിത് എഡിറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ അവിടം വരെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, വേണ്ടതെല്ലാം എഡിറ്റ് ചെയ്തു, ഇല്ലാത്തത് അതുപോലെ തന്നെ വിട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി നമുക്കിതിൽ ടാക്സ് ഇല്ല, എന്നാൽ നമ്മൾ ചില ഇൻകം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതെന്തൊക്കെയാണ്, ഇപ്പോൾ നമുക്ക് പെൻഷൻ പറ്റിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് DCRG കിട്ടും, കമ്മ്യൂട്ടേഷൻ കിട്ടും, PFൻ്റെ ക്ലോഷർ എമൗണ്ട് കിട്ടും. ഇതൊന്നും ടാക്സബിൾ അല്ല, പക്ഷേ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കാൽക്കുലേഷൻ വരുമ്പോൾ മിസ്മാച്ച് വരാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ആഡ് അനദർ കൊടുക്കുന്നു. ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ 0 ആണ് കിടക്കുന്നത്. എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ നോക്കുക, ആഡ് അനദർ, നേച്ചർ ഓഫ് ഇൻകം, സെലക്ട്, അഗ്രികൾച്ചർ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞു ലെസ് ദാൻ 5,000 താഴെയുള്ള അഗ്രികൾച്ചർ ഇൻകം ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോവിഡന്റ് ഫണ്ട് റിസീവ്ഡ് എത്രയാണ് അത് നമുക്കവിടെ ആഡ് ചെയ്യാം. അഗ്നിവീർ കോർപ്പസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള തുക ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. സൂപ്പറാനുവേഷൻ ഫണ്ട്, അതാണ് നമ്മുടെ പെൻഷൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന DCRG എന്ന് പറയുന്ന സൂപ്പറാനുവേഷൻ ഫണ്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കവിടെ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് പോവുകയാണ്. അടുത്തത് ഇൻകം ഓൺ വിച്ച് നോ ടാക്സ് ഈസ് പേയബിൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് 112A പ്രകാരം 1.25 ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് നമുക്ക് ടാക്സബിൾ അല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ 5 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് നടന്നിരിക്കുകയാണ്, നമുക്കതിന് കോസ്റ്റ് ആയത് 4 ലക്ഷമാണെങ്കിൽ നമ്മളത് എൻ്റർ ചെയ്തു. അപ്പോൾ എത്ര, 1 ലക്ഷം രൂപ എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആസ് പെർ സെക്ഷൻ 112. ഇവിടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം 1.25 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് ആ രീതിയിലുള്ള ഒരു ഇൻകവും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ അതുപോലെ വിടുന്നു. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് എന്തൊക്കെയാണ്, നമ്മുടെ ടോട്ടൽ സാലറി നമ്മൾ എഡിറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സസ് നമുക്കറിയാം 3,420,000 രൂപ നമ്മൾ AISൽ കിട്ടിയ എമൗണ്ട് ആണത്. അത് ഇവിടെ ഓട്ടോഫിൽഡായി വന്നിരുന്നു, അത് കറക്റ്റാണോ നമ്മൾ AIS നോക്കി, അപ്പോൾ ശരിയാണ്. ബാക്കി ഒന്നും ഇല്ല, നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും കൺഫേംഡ് ആയിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഇനിയും നമുക്ക് മോഡിഫൈ ചെയ്യാം, നമുക്ക് അവസാന നിമിഷം വരെ നമുക്കിത് മോഡിഫൈ ചെയ്യാൻ കഴിയും. ഇനിയുള്ളത് ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. ടോട്ടൽ ഡിഡക്ഷൻസ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് എഡിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ
കൺഫേം ചെയ്യേണ്ട ഒന്നാണ്. 0 നമുക്കിവിടെ ഓട്ടോ ഫിൽഡായി വന്നിരിക്കുന്നത്. ഞാനിവിടെ ടോട്ടൽ ഡിഡക്ഷൻസ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ന്യൂ റെജീം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡിഡക്ഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അവിടെ 0 കാണിച്ചിരിക്കുന്നത്. 80 CCD2 കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ബൈ എംപ്ലോയർ. നമ്മളിവിടെ ബാധകമല്ലാത്തതുകൊണ്ട് ഇത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് കോൺട്രിബ്യൂഷൻ ടു അഗ്നിപത് സ്കീം. അഗ്നിപത് സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അത് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതർ ഡിഡക്ഷൻ, നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ, നമുക്ക് ന്യൂ റെജീമിലുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് വർക്കിംഗ് ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോ, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ നമുക്ക് അതിലേതെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഡിഡക്ഷൻസും ഇല്ല. അതുകൊണ്ട് ഇത് നമ്മൾ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ ടാക്സ് പെയ്ഡ്. എന്താണ് ടാക്സ് പെയ്ഡ്? ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയായി TDS അടച്ചിട്ടുള്ളത് എത്രയെന്ന് നോക്കുകയാണ്. നമ്മളത് സെലക്ട് ചെയ്യുന്നു. പല രീതിയിലുള്ള TDS ഉണ്ട്. ഒന്ന് ഷെഡ്യൂൾ TDS1 ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം സാലറി. നമ്മുടെ സാലറിയിൽ നിന്നുള്ള TDS എത്ര പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 12,35,450 നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൽ നിന്ന് എത്ര TDS പിടിച്ചിട്ടുണ്ടെന്ന് നോക്കാം. 78,177. ഇത് കറക്റ്റാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഫോം 26AS ഉണ്ട്. അത് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ. അതിൽ വ്യൂ ഫോം 26AS സെലക്ട് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. ഇവിടെ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, പ്രൊസീഡ് കൊടുക്കുന്നു. ഫോം 26AS വ്യൂ എന്ന് പറയുന്നു. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അസസ്മെൻറ്റ് ഇയർ കൊടുക്കുന്നു, 2025-26. വ്യൂ ആസ് HTML. വ്യൂ ഓർ ഡൗൺലോഡ് ആണ്. നമ്മളിവിടെ വ്യൂ കൊടുക്കുകയാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വരും. അതിനൊരു പാസ്വേഡ് ഉണ്ട്. നമ്മുടെ പാൻ നമ്പർ ഇൻ സ്മോൾ ലെറ്റർ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതിയാൽ അതാണ് അതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത്. നമ്മളത് നോക്കുന്നില്ല. നമ്മളിവിടെ TDS അടച്ചിട്ടുള്ളത് നോക്കുകയാണ്. ഇവിടെ ആദ്യം നമുക്ക് സാലറിയിൽ നിന്ന് എത്ര എടുത്തു നോക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരാണിത്. അവിടെ നിന്ന് നമ്മുടെ സാലറി ഇത്രയാണ്, 78,177. ഈ എമൗണ്ട് തന്നെയാണോ നമ്മൾ നേരത്തെ നോക്കിയത്? അതെ, അത് തന്നെയാണ്. 78,177 നമ്മുടെ സാലറിയിൽ നിന്നുള്ള TDS പിടിച്ചിട്ടുള്ളത്. അപ്പോൾ 26AS നോക്കിയപ്പോൾ അത് കറക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ഫ്രം ഇൻകം അതർ ദാൻ സാലറി. നമുക്ക് മറ്റ് ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകത്തിന് നമ്മൾ അടച്ച TDS ആണ്. സെലക്ട് ചെയ്യാം. ഇത് 2 ബാങ്കുകളാണ്. ഈ 2 ബാങ്കുകളിൽ നമുക്ക് സേവിങ്സ് ഉണ്ട്. അവിടെ TDS ആയി പിടിച്ചിരിക്കുന്നത് 24,781 2,477. ഇത് നമുക്ക് 26AS നോക്കാം. ഈ എമൗണ്ട് 24,781 2,477. ഇതും നമ്മുടെ 26AS കറക്റ്റായി വന്നിട്ടുണ്ട്. അത് തന്നെയാണ് അവിടെയും കാണിച്ചിരിക്കുന്നത്. ഇത് മിസ്മാച്ച് ആവാൻ പാടില്ല. മിസ്മാച്ച് ആയാൽ നമുക്ക് അവസാനം നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. ഇത് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേയ്മെൻറ്റ്. ഇത് ഏറ്റവും അവസാനമാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ എന്താണ്, നമുക്കിതിൽ അധികം തുക അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഇവിടെ BSR കോഡും ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, അതുപോലെ തന്നെ സീരിയൽ നമ്പർ ഓഫ് ചെല്ലാൻ, ടാക്സ് പെയ്ഡ്, ഇത് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല. ടാക്സ് അടച്ചതിന് ശേഷം ഇനിയും ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ അടച്ചതിന് ശേഷം നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ ബാക്ക് പോകുന്നു. ഇനി നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ടോട്ടൽ ടാക്സ് പെയ്ഡ് ഇതിൽ ഓട്ടോ ഫിൽഡ് ആയിരുന്നത് കറക്റ്റാണ്. നമ്മൾ കൺഫേം ചെയ്യുന്നു. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. 1, 2, 3, 4 സ്റ്റെപ്പ്. ഇനിയാണ് വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ തന്നെ ഇൻകം ടാക്സ് കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കായി നടക്കും. അങ്ങനെ ഓട്ടോ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആ എമൗണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 1,37,461 എന്ന് പറയുന്നത് നമ്മൾ അടച്ച ടാക്സ് 1,05,435. എന്നാൽ നമ്മൾ ആക്ച്വലി അടയ്ക്കേണ്ടിയിരുന്നത് 1,37,461. ഇത് ഓട്ടോ കാൽക്കുലേറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടേഷൻ കാണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് 14,60,870 ആയിരുന്നു. അതിൽ ടാക്സ് പേയബിൾ ഓൺ ടോട്ടൽ ഇൻകം 1,32,174 അത് ഓട്ടോ കാൽക്കുലേറ്റഡ് ആണ്. വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് കുറേ അധികം സോഫ്റ്റ്വെയറുകളുണ്ട്. വർക്കിംഗ് ക്ലാസ്സിൻ്റെ തന്നെ ചില വീഡിയോകളിൽ
ഇക്കോസ്റ്റാറ്റ് പോലുള്ള ഇൻകം ടാക്സ് കാൽക്കുലേഷനുള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ച് വിശദമായി തന്നെ ക്ലാസ്സുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ നൽകിയിരിക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ഒരു 5287 രൂപ ആഡ് ചെയ്തു വന്നിരിക്കുകയാണ്. അതെന്താണ്? ഈ ഇൻകം ടാക്സിൻ്റെ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്ന 1,32,174 എന്ന് പറയുന്ന ഇൻകം ടാക്സിനോടൊപ്പം 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്. അതുകൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്ര? 5287. ഇതിൻ്റെ 4% അതുകൂടി ചേരുമ്പോൾ 137,461 ബാലൻസ് ടാക്സ്. എന്നാൽ ഇവിടെ ചില ഫിഗറുകൾ അധികമായി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് നോക്കുക, ഇവിടെ ഒരു 961 രൂപ, ഇവിടെ ഒരു 1617, രണ്ടും കൂടെ ചേർന്ന് 2578 രൂപ കൂടി ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ 1,37,461 കൂടെ ഈ 2578. ഇതെന്താണെന്ന് നമുക്കറിയണ്ടേ? കാരണം നമ്മൾ ടാക്സ് എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ എമൗണ്ടേ കിട്ടുള്ളൂ. ഈ എമൗണ്ടിനോടൊപ്പം 4% സെസ് കൂടി കൂട്ടിയാൽ ഈ എമൗണ്ട് കിട്ടും. എന്നാൽ ഇവിടെ 2 ഫിഗറുകൾ അധികമായി വന്നിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഷോ കമ്പ്യൂട്ടേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നു, ഈ 960 രൂപ 78 പൈസ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234B ആണ്. അഡ്വാൻസ് ടാക്സ് അല്ലെങ്കിൽ TDS നമ്മൾ യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ടിയിരുന്നതിനേക്കാൾ കുറവാണ് അടച്ചത്. നമുക്ക് ഒരു വർഷത്തേക്ക് മൊത്തം 1,20,000 രൂപ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നുവെങ്കിൽ നമ്മൾ ഓരോ മാസവും 10,000 രൂപ വെച്ച് അടയ്ക്കണമായിരുന്നു. എന്നാൽ നമ്മൾ 7,000 രൂപ വെച്ചേ അടച്ചുള്ളൂ എങ്കിൽ അത് നമ്മൾ ആക്ച്വലി അടയ്ക്കേണ്ട 10,000 രൂപയേക്കാൾ കുറവാണ്, 3,000 രൂപ കുറവാണ്. അതിന് ഒരു പീനൽ ഇൻട്രസ്റ്റ് വരും. അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 961. ഇത് ഇൻകം ടാക്സ് നിയമത്തിലുള്ളതാണ്, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് 234B എന്ന് പറയുന്ന സെക്ഷൻ. അടുത്തത് വേറെ ഒരു കാൽക്കുലേഷൻ, ഒരു 1,617 രൂപ. അതെന്താണ്? അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് നോക്കാം. അത് 234C ആണ്. TDS അടയ്ക്കുന്നതിന് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് വരും. ഏതെങ്കിലും മാസം TDS പിടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ TDS പിടിച്ചത് തന്നെ നമ്മൾ TDSൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ താമസം വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് TDS ഡിലേ ആവുന്നത്. ഇങ്ങനെ TDS ഡിലേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. അതുകൂടി ചേർത്ത് 2,578 രൂപ കൂടി ഈ ടാക്സിൻ്റെ ഈ 1,37,460 കൂടെ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 2,578 പ്ലസ് 1,37,461 1,40,40,039 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറയുന്നത്. ടോട്ടൽ ടാക്സ്, ഫീ ആൻഡ് ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് എത്ര വരുന്നുണ്ട്? 1,40,40,039. നമ്മളിവിടെ കൺഫേം കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ടോട്ടൽ ടാക്സ് കാൽക്കുലേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ടോട്ടൽ ഇൻകം അതർ ദാൻ സാലറി, അതെല്ലാം കൂടെ ചേർന്നുള്ള നമ്മുടെ ഗ്രോസ് ഇൻകം. ഇത് ഡിഡക്ഷൻ സൈഡാണ്. നമുക്കറിയാം ന്യൂ റെജീം ആയതുകൊണ്ടാണ് ഡിഡക്ഷനിലെല്ലാം 0 കിടക്കുന്നത്. നമ്മൾ ഓൾഡ് റെജീമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഓരോ ഫിഗർ ഉണ്ടാവും. നമുക്ക് 80C ഉണ്ടാവും, 80DD ഉണ്ടാകും, 80DDB ഉണ്ടാകും. ഇതിൽ പല ഡിഡക്ഷൻസ് നമുക്ക് ഓൾഡ് റെജീമിലുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഓൾഡ് റെജീമിനെ കുറിച്ച് വിശദമായി പറയുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ഓൾഡ് റെജീമിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ നമ്മുടെ ടാക്സബിൾ ഇൻകമായി മാറുകയാണ്. 14,60,870. അതിനോടൊപ്പം നമ്മുടെ 1,32,174 നമ്മുടെ ടാക്സ്, അതിൽ സെസ് 5,287, പിന്നെ ഈ 961 രൂപയും 1,617 ചേരുന്ന നമ്മുടെ പീനൽ ഇൻട്രസ്റ്റുകൾ, അതെല്ലാം കൂടെ ചേർന്ന് 1,40,40,039 രൂപയാണ് നമ്മുടെ ടാക്സ്. അതിൽ നമ്മൾ ടാക്സ് അടച്ചിട്ടുള്ളത് 78,177 സാലറിയിൽ നിന്നും 27,258 ബാങ്കിൽ നിന്നും അടച്ചു. മൊത്തം 1,05,435. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 1,40,40,039. നമ്മൾ അടച്ചത് 1,05,435. ഇനി അടയ്ക്കാനുള്ളത് 34,600 രൂപ. അത് നമ്മുടെ ഏറ്റവും ടോപ്പിൽ ഇവിടെ ഉണ്ടാകും. യു നീഡ് ടു മേക്ക് എ പേയ്മെൻറ്റ് ഓഫ് 34,600. ഈ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതാണ്. ഇവിടെ പേ നൗ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പേ ലേറ്റർ കൊടുക്കാം. പേ ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ പേ ചെയ്യുന്നു. നമുക്ക് പേ ലേറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നു ടാക്സ് ലയബിലിറ്റി, ഇതെല്ലാം വന്നിട്ടുണ്ട് 34,600. ഇവിടെയും നമുക്ക് പേ നൗ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാനിവിടെ പേ നൗ കൊടുക്കുന്നില്ല, ഇപ്പോൾ പേയ്മെൻറ്റ് നടത്തുന്നില്ല. ഞാൻ പ്രൊസീഡ് കൊടുത്താൽ ഇവിടെ നമുക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ പേര് ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും, സെൽഫ്, അതുപോലെ തന്നെ നമ്മുടെ പാൻ നമ്പർ. ഇവിടെ നമ്മൾ പ്ലേസ് കൊടുക്കുക. നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മളിപ്പോൾ താമസിക്കുന്നത് ആ സ്ഥലം കൊടുത്താൽ മതി.
മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കാനില്ല. നമുക്കിവിടെ പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കാം. അതിനെ നമ്മളിവിടെ ടിക്ക് ചെയ്യണം. ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാലിഡേറ്റ് ചെയ്യും. അപ്പോൾ അത്രയും വരെ നമുക്കിപ്പോൾ നോക്കാം. അതിനുശേഷം വാലിഡേഷൻ മുതൽ ഓൾഡ് റെജീം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വർക്കിംഗ് ക്ലാസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്